നീ കളഭമാടുന്ന നേരം ആ പരിമളം നന്ദമെൻ ഹൃദയം തഴുകിയഴകേ സമയമേ നീയൊഴുകി നീ അതിവിടെ മതിവരെ നിന്നു തരൂ നിറയുക സിരകളിൽ അനുപമലഹരികളെ അകലിലേറെ അഴകുമായി വരുമൊരതിശയരാവു തരും സുഖമിതുമറയരുതിനെ ഒരു പിറവി വരെ. ഹലോ, അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ കുറച്ച് തിരക്കുള്ള ഭാഗങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. ഇതാണ് നമ്മളെ കാർട്ടൂണിന്റെ ഒരു ഡേ തുടങ്ങുന്നത്. അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാ കാർട്ടൂണിന്റെ ടൂർസ് ആട്ടാ. കാർട്ടൂൺ കഴിക്കുന്ന ഫുഡുകള് കാര്യങ്ങളൊക്കെ. ഇന്നത്തെ കാർട്ടൂണിന്റെ ഫുഡും കാർട്ടൂണിന്റെ കുറുമ്പുകളൊക്കെയാണ് ഇന്നത്തെ പരിപാടി. എല്ലാത്തും ഹായ് ബാ ഹായ്. എന്റെ പണിയിൽ ഇങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ ഓരോരോ സൈഡായിട്ട് കഴിഞ്ഞു പോണു. ചേട്ടൻ ഞാൻ രാവിലെ ചായ വെച്ചെടുത്തില്ല. പണ്ട് ചെറിയ സ്പൂണിൽ എത്ര കിട്ടും? അഞ്ചെണ്ണ ഫുള്ള് ഇട്ട് കഴിഞ്ഞാ ഒരാളുടെ മധുരായി. ഞാൻ നിനക്ക് എന്നിട്ട് അപ്പൊ ആവില്ല. ഇത് നീ കുടിച്ചോ? അത് നീ കുടിക്കും. അത് കുടിച്ചോ? മധുരം നീ കുടിക്കും. എനിക്ക് അറിയില്ല. ചൂടാട്ടെ. അപ്പൊ കത്തു നമുക്ക് ആദ്യം പല്ല് എത്തിയ നമുക്ക് അതേ പല്ലൊന്നുമില്ല. പക്ഷെ എനിക്ക് ഒരു പല്ല് വന്നിട്ടുള്ളൂ. ആ പല്ല് തേക്കാൻ വേണ്ടിട്ട് ഞങ്ങള് ബ്രഷ് വെച്ചിപ്പോ 2 ദിവസമായിട്ടാണ്. ഇന്നലെ മിനിയാനൊക്കെ ആയിട്ട് ഞങ്ങൾ തേക്കുന്നുണ്ടാവും. ഞാനത് ആദ്യം ചൂടുവെള്ളത്തില് തിളപ്പിച്ചു കൊടുന്നു. നമ്മൾ തിന്നാനുള്ളൂ. ഇതിനകത്ത് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് എന്റെ കൈ കടിക്കാൻ നോക്കില്ല. എനിക്ക് ഇത്ര വലിയ ദുഷ്ടനാണ്. പല്ലക്കായിട്ട് രാവിലെ പല്ലേക്ക ഓക്കെ. ചേട്ടനൊക്കെ ഇങ്ങനെ നേരിട്ട് കാണാൻ പറയുന്നു. പക്ഷെ നിങ്ങൾ തേച്ചു കൊടുക്കുന്ന വെള്ളത്തിക്ക് നോക്കുമ്പോഴാണ് ഈ പാലിന്റെ ഇതൊക്കെ വേസ്റ്റുകളെല്ലാം കാണുക. ഞങ്ങളിത് കുറെ നാളായിട്ട് മുന്നേ മേടിച്ചുണ്ടാക്കുന്നത്. ഞങ്ങൾ അപ്പോഴൊന്നും എന്തുണ്ടാവാൻ കുട്ടികളെ വായിക്കുന്നത് ഞങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. യൂസ് ചെയ്യുന്ന നമുക്ക് 2 ദിവസമായിട്ട് അവിടെ ചെറിയ പറ്റി വന്നുകൊണ്ട് ഞങ്ങൾ യൂസ് ചെയ്തത്. അവൾക്കാണ് അവളെ കളിക്കാൻ നിന്നാൽ മാത്രം അവൾ കാര്യത്തിൽ നമുക്ക് സമ്മതിക്കാം. അടുത്ത വീട് എന്താ കുറുക്ക പാലാണ്ട് ഞാൻ കുട്ടിപ്പാല് പൊടിപ്പാല് കലക്കിട്ട് കുപ്പിയില് പൊടിപ്പാല് അപ്പൊ ഞങ്ങൾ പാമ്പസ് മാറ്റി. ഞങ്ങൾ പാമ്പസ് മാറ്റി ഉറങ്ങിയിട്ട് ഞങ്ങൾ മെയിൻ പരിപാടി കുറച്ച് വാപ്പുണ്ടാക്കി കളിക്കാൻ. ചായ ചായ തരില്ല. ചായ തരില്ല. അത് നോക്കിട്ടാണ് കത്തൽ. അങ്ങനെ
അങ്ങനെ ഞാൻ പാലുണ്ടാക്കാൻ വന്നപ്പോഴാണ് കാത്തു ഭയങ്കര വാശിയായിട്ട് അവനിക്ക് കാത്തുന് കൊടുന്നു കേട്ടോ. നീ പോയിട്ട് കാത്തുനെ ഒതുക്കിക്കോ, ഞാൻ പാലുണ്ടാക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പുതിയതായിട്ട് കാത്തുന് മേടിച്ച പാൽപ്പൊടി ആട്ടത്. ഞങ്ങൾ ഇത്ര നാൾ ലാക്ടോജൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാൾ കുടിക്കില്ല. അപ്പോൾ ഞങ്ങൾ വേറെ ഒന്ന് മാറ്റി യൂസ് ചെയ്ത് നോക്കിയത്. അത് കുടിക്കുമെന്ന് അറിയാണ്ടിട്ട് നമ്മൾ മേടിച്ച് നോക്കിയതാണ്. പക്ഷെ ഇതും വലിയ കാര്യത്തിൽ കുടിക്കണമെന്നില്ല. ആൾക്ക് തീരെ ഇഷ്ടമല്ല കുപ്പിപ്പാൽ. ആൾക്ക് എൻ്റെ പാൽ മാത്രമേ പറ്റുള്ളൂ. ചില കുട്ടികൾക്ക് കുപ്പിപ്പാൽ നന്നായി കുടിക്കും, പക്ഷെ ഇവൾ തീരെ കുടിക്കില്ല കേട്ടോ. അവൾക്ക് തീരെ ഇഷ്ടമല്ല. എന്തോ മധുരമില്ലാഞ്ഞിട്ടാണ് എന്താണെന്നറിയില്ല, ആൾക്ക് തീരെ പറ്റില്ല. അപ്പം അങ്ങനെ അവൻ കുറച്ച് നേരം കുസ്തി പിടിച്ചപ്പോൾ അവന് പറ്റാതെ പിന്നെ ഞാൻ നോക്കട്ടെ പാൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം എൻ്റെ അടുത്തും വലിയ കാര്യത്തിൽ ഒതുങ്ങണമൊന്നും ഇല്ല, എന്നാലും ശ്രമിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ കാത്തുന് രാവിലെ പാൽ യുദ്ധത്തിലായിരുന്നു. അവൻ പിടിച്ചു കൊടുക്കും, അവളെ കൈ കൊണ്ട് പിടിച്ചെടുത്ത് ആൾക്ക് തീരെ ഇഷ്ടമല്ല കുപ്പിപ്പാൽ. പക്ഷെ ഞാൻ കൊടുത്ത് ശീലിപ്പിക്കുന്നത്. ഇപ്പൊ ഒരു മാസം ആള് കുപ്പിപ്പാൽ തീരെ കുടിക്കാതെ പിന്നെ വർക്കിന് പോകുമ്പോൾ വീണ്ടും അവിടെ കഷ്ടപ്പെടും. അപ്പൊ സീസണായി നമുക്ക് തിരക്ക് പിടിച്ച ഓട്ടപ്പാച്ചിലായിരിക്കും. അതിന്റെ ഇടയില് എളുപ്പമല്ല. ജസ്റ്റ് ഞങ്ങളെ കൂടെ കൊണ്ടുപോകണേ തന്നെ എനിക്ക് പാല് കൊടുത്തിരിക്കാനുള്ള ടൈം കിട്ടിയില്ല. അപ്പുറത്തെ ഒരാളയില് ഒരു കുപ്പിയും വെള്ളം കൂടി കൊടുക്കാൻ വെച്ചോളൂ കുപ്പിപ്പാല് കുടിക്കണ്ടേ. ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാത്തൂന് എങ്ങനെ കുപ്പിപ്പാലുമായി സെറ്റാക്കാമെന്നുള്ള നിരന്തര പഠനമാണ്. കുറെ പഠനങ്ങൾ ഞാൻ നടത്തി, പക്ഷെ വിജയിച്ചില്ല. ഇപ്പൊ പൊന്നി ഏറ്റെടുത്തിരിക്കുകയാണ്. അത് ഞാൻ കുടിക്കൂലോ. അധികം വിചാരിക്കരുത്. ഇത്ര ഉണ്ടായത് ഇത്രയ്ക്കായിരിക്കും. പാല് കൊടുത്തേ ഞങ്ങളെ മൈൻഡൊക്കെ വേറെ എവിടെയോ ആണ്. പിന്നെ പാലും നമ്മള് നോക്കിയിട്ട് കാര്യമില്ല. ഞാൻ ഒരാൾക്ക് കുറുക്കുണ്ടാക്കാം. ഞാൻ ഒരാൾ കുറുക്ക് കൊടുക്കും. ഞാൻ ജസ്റ്റ് പാലും കൂടി ശീലിപ്പിക്കാലോ എന്ന് അങ്ങനെ ഒഴിവാക്കല്ലേ. കുറച്ച് കൊടുക്കാമല്ലോ. അത് മനസ്സിലായി കടുത്തപ്പോ പാല് വെള്ളത്തൗസാറിട്ട് നടക്കും കാത്തു പെണ്ണിന് പാല് കുടിക്കാൻ മോഹം ഇല്ലല്ലോ. വെള്ളത്തൗസാറിട്ട് നടക്കും കാത്തു പെണ്ണിന് പാല് കുടിക്കാൻ ഇല്ലല്ലോ. കുടിച്ചടി പെണ്ണെ, കുടിച്ചടി പെണ്ണെ, പാല് കുടിച്ചടി പെണ്ണെ പെണ്ണെ, പാല് കുടിച്ചടി പെണ്ണെ പെണ്ണെ. ഓയ് പാല് കുടിക്കരി, പാല് കുടിക്കരി, പാൽ മണക്കുത് കാത്തൂനെ, പാല് മണക്കുത്. ഉപ്പായത്തില് പാല് പോയേ, പാല് പോയേ. ഞാൻ എന്റേത് എന്താണ് നോക്കണേ? ഇതിലത്തെ പാട്ടേതായിരുന്നു നമ്മൾ നേരത്തെ കേട്ടത്? കുട്ടികൾ കുറ്റം ചെയ്ത കോലുമിട്ടായി ടൂം ടൂം. അങ്ങട്ട് കുജാര, ഇത് ഇങ്ങട്ട് കുജാര. കുജരെ പാല് കുടിക്കല് തന്നെ. അപ്പി കുട്ടി ഞാത്തി ശുഭരാത്രി, ഇനി എന്നും ശിവരാത്രി. അങ്ങനെ ഞാൻ തോറ്റ് പിന്മാറി. ഞാൻ കുറുക്കുണ്ടാക്കുമ്പോൾ ആൾ കുറുക്കനെ കഴിക്കുള്ളൂ മനസ്സിലായി. അപ്പോൾ ആൾ അച്ഛൻ്റെ വക ലാസ്റ്റ് ശ്രമം കേട്ടാ. അവനും ഇഷ്ടമാണ് കുട്ടികളിനെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അവനും ശ്രമിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. പക്ഷെ ആളതിനെ വലിച്ചു കുടിക്കണില്ല. ആൾ വെറുതെ വായിൽ വെച്ചിരിക്കും. നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആൾ വെറുതെ വായിൽ വെച്ചിരിക്കും. അതിൻ്റെ ഓരോരോ തുള്ളി എടുത്ത് കുടിച്ചിട്ട് അങ്ങനെ ഇരിക്കും. അപ്പോൾ ഞാൻ എന്താ നേരെ സിർലാക്ക് ഉണ്ടാക്കണം. അപ്പോൾ രാവിലെ നമ്മളധികം നേരം വൈകാതെ കാത്തുന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാട്ടോ സിർലാക്ക് ഉണ്ടാക്കണം. എനിക്ക് രാവിലെ കുറച്ച് തുടയും പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ രാവിലെ ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ ചെയ്യില്ല. അപ്പോൾ അതൊക്കെ രാവിലെ ചെയ്തപ്പോൾ കുറച്ച് നേരം വൈകി. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ സിർലാക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വെച്ചു. അപ്പോൾ സിർലാക്ക് ഉണ്ടാക്കണം. ഇത് ആൾക്ക് ഒരുപാട് കട്ട് കഴിഞ്ഞാൽ ആൾക്ക് ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ അതങ്ങനെ കൊടുക്കണതിൻ്റെ ഗുസ്തിയിലാണ്. മൊത്തം കഴിച്ചൊന്നുമില്ല, ആകെ 4-5 വായന കഴിച്ചല്ലോ. പക്ഷെ അധികം കഴിക്കുമ്പോൾ നമുക്ക് സമാധാനം, എന്തെങ്കിലും വയറ്റിൽ കുറച്ച് കട്ടിക്ക് കിടക്കണ്ടല്ലോ എന്ന്.
അല്ലെങ്കിൽ എൻ്റെ പാല് മാത്രമാണല്ലോ. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് ടെൻഷനാണ്. അവൾ ഫുഡ് കഴിച്ചില്ല. അതേപോലെ അവൾക്ക് വാശിയാണ്. അവൾക്ക് വിശന്ന് കഴിഞ്ഞാൽ അവൾക്ക് അറിയണില്ല എന്താ കാര്യം. അവൾ വെറുതെ വാശി പിടിക്കും. ഇനി എങ്ങനെയൊക്കെ കരഞ്ഞാലും പിടിച്ചാലും കുറച്ചൊക്കെ ഫുഡ് കൊടുക്കും അവൾക്ക്. നമ്മളെ കാത്തുമ്പോൾ നല്ല ഉറക്കത്തേക്ക് പോയിട്ടാ. കുറുക്കൊക്കെ കഴിച്ചാൽ അങ്ങനെ ഉറങ്ങി. ഇനി ആൾക്ക് ഉച്ചയ്ക്കുള്ള ഫുഡാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അത് ഞാൻ സെറ്റ് ചെയ്യുമ്പോൾ എന്തായാലും വിളിച്ചാൽ അവൾ ഇങ്ങനെ ഇനി ഒരു അരമണിക്കൂറത്തോളം മാക്സിമം ഉറങ്ങേണ്ടതാണ്. അപ്പോഴേക്ക് ഞാൻ ഇനി ബാക്കിയുള്ള പെണ്ണുകൾ നോക്കട്ടെ. നമ്മളെ കാത്തു അയ്യോ പൂവല്ലിക്കോ. അപ്പം എൻ്റെ പണിത്തിരക്കിലാണ് ഞാൻ. കാത്തുമുറലിൻ്റെ ഉള്ളിൽ എൻ്റെ പണിത്തിരക്കിലാണ്. അപ്പം ഞാൻ കാത്തുന് ചോറിനുള്ള പരിപാടിക്ക് കിടക്കട്ടെ. അവൾക്ക് ചോറിനുള്ള കുറച്ച് ചോറും പരിപ്പും കാരറ്റും അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് അവൾക്ക് ഉച്ചയ്ക്ക് ചോറ് കൊടുക്കാം. അപ്പം അതിന് എന്തൊക്കെ ഞാൻ ഉണ്ടെന്ന് കാണിച്ചു തരാം. അപ്പം അതിൻ്റെ ഒരു തിരക്കും അതിൻ്റെ സംസാരത്തിൻ്റെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഇനി അവൾക്ക് ചോറിനുള്ള എന്തൊക്കെ ചേർക്കണേ ഞാൻ കാണിച്ചു തരാം. കുറുക്ക് കഴിച്ചതിന് ശേഷം കുറച്ച് നേരം കളിച്ച് കുറച്ച് പാലൊക്കെ കുടിച്ച് അങ്ങനെ ആൾ കിടന്ന് ഉറങ്ങിയിട്ട് ഇപ്പോൾ എഴുന്നേറ്റു. അപ്പോഴേക്കും ഞാൻ ഉച്ചയ്ക്കുള്ള ഫുഡ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഒരു പകുതി ബീട്രൂട്ട് എടുത്തു, പകുതി ക്യാരറ്റ് എടുത്തു. ഉരുളൻകിഴങ്ങുള്ളപ്പോൾ ഞാൻ അതും ചേർക്കാറുണ്ട്. പക്ഷേ ഇന്ന് ഉരുളൻകിഴങ്ങ് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ ബീട്രൂട്ടും ക്യാരറ്റും പകുതി വെച്ച് എടുത്ത് നന്നായി തൊലിയൊക്കെ കളഞ്ഞ് നന്നായി കഴുകിയിട്ട് ഇങ്ങനെ ചെറിയ പീസായിട്ട് ഞാൻ അരിയും കേട്ടോ. കാരണം അപ്പോൾ ഒന്നും കൂടി നന്നായി വെന്ത് കിട്ടും. അല്ലെങ്കിൽ പെട്ടെന്ന് വെന്തില്ലെങ്കിലോ വെച്ചിട്ട് ഞാൻ അതൊക്കെ ചെറുതായിട്ടൊന്ന് അരിയും. നന്നായി കഴുകി ഞാൻ 4-5 പീസാക്കി ഇങ്ങനെ അരിഞ്ഞെടുത്തു കേട്ടോ. അത് പിന്നെ ഞാൻ എടുത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അരി എടുത്തു. ഞാൻ അവൾക്ക് സെപ്പറേറ്റ് അരി മേടിച്ചു കേട്ടോ. ഞങ്ങൾക്ക് പച്ചരി അങ്ങനെ അവൾക്കത് വേണ്ടല്ലോ വെച്ചിട്ട് അവൾക്ക് വേറെ അരി മേടിച്ചിട്ടാണ്. അതിലേക്ക് തരി പരിപ്പിട്ടു കേട്ടോ. അത് നന്നായി കഴുകിയിട്ട് കുറേ വട്ടം ഞാൻ കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് അരിയും പരിപ്പിട്ടു. പിന്നെ നമ്മൾ കഷ്ണങ്ങളൊക്കെ ഇട്ടു. പിന്നെ പുറമെ ഞാൻ ചെറിയ പീസ് ചിക്കൻ കഷ്ണം എടുക്കുന്നുണ്ട് കേട്ടോ. വെറും മാംസം മാത്രമാകുമ്പോൾ ബീട്രൂട്ടിൻ്റെ ചുമപ്പ് നിറമാണ് കണ്ടത്, വേറെ ഒന്നുമില്ല. പിന്നെ കുറേ വെള്ളം ഒഴിച്ചു. ഞാൻ അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു. അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും തരി കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. കാരണം ആളുപ്പിളെ എരി കൂട്ടി ശീലിക്കണം. അപ്പോൾ തരി തന്നെ ഇട്ട് കൊടുത്തുള്ളൂ. ചെറിയൊരു എരിവിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടാവും. പിന്നെ അതൊരു 5-8 വിസിലടിക്കേണ്ടി ഞാൻ വെച്ചു കേട്ടോ. നമ്മളെ കാത്തുവിൻ്റെ ഫുഡ് ഒരു 6-7 വിസിലടിച്ചിട്ടുണ്ട്. ഇനി ഈ വിസിലെല്ലാം പോയതിൻ്റെ ശേഷം നമുക്ക് തുറന്നു നോക്കാം. ഏകദേശം എന്തുണ്ടാവുമെന്നാണ് എൻ്റെ ഒരു പ്ലാനിങ്. നമ്മൾ കാത്തുമ്മ എഴുന്നേറ്റുണ്ട്. പിന്നെ നമ്മളാണ് രാവിലെ കുളിപ്പിക്കാത്തത്. നമുക്ക് വെള്ളം വന്നിട്ടില്ല. നമ്മളാണ് കുടിവെള്ളത്തിലാണ് കുളിപ്പിക്കുന്നത്. ആ വെള്ളം വന്നിട്ടില്ല. ഉള്ള വെള്ളം നമുക്ക് കാത്തിന് ഫുഡ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള വെള്ളം ഇടും. അപ്പോൾ വന്നതിൻ്റെ ശേഷം കുളിപ്പിക്കാൻ പറ്റും. കുറേ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. കറക്റ്റായിട്ട് കുളിയൊന്നും നടക്കില്ല. നമുക്ക് രാവിലെ കുളിക്കണം, ഉച്ചയ്ക്ക് കുളിക്കണം എന്ന് വെച്ചാൽ അതൊന്നും നടക്കില്ല. അവര് തീരുമാനിക്കും നമ്മളൊക്കെ കുളിക്കണം. അവരെപ്പോ വെള്ളം കൊടുത്തരും അപ്പോഴേ നമ്മൾ കുളിയും കാര്യമൊക്കെ നടക്കുള്ളൂ. ആ പ്രശ്നമുണ്ട് കേട്ടോ. നമുക്കത് രാവിലെ ഉണ്ണിയെ കുളിപ്പിക്കുന്ന ചിലപ്പോൾ നടക്കില്ല. പിന്നെ മറ്റേ വെള്ളത്തിൽ കുളിപ്പിക്കാൻ ഇഷ്ടമല്ല. ഇനിയിപ്പോ കൂടുതൽ ഞാൻ 2 ബോട്ടിൽ വെള്ളം കഴിക്കും. കൂടുതൽ വെള്ളം ചോദിച്ചാൽ തരൂല്ല. ആ 2 ബോട്ടിൽ തീർന്നിട്ട് തരാന്ന് പറയും. എത്ര കാശ് കൊടുക്കാൻ പറഞ്ഞാൽ തരും. കുപ്പി കുറവാന്നുണ്ടൊക്കെയോ പറയും. എന്തായാലും ആ കാര്യം നടക്കില്ല. അഡ്ജസ്റ്റ് ചെയ്ത് വൈകുന്നേരം കുളിപ്പിച്ചിട്ട് വൈകുന്നേരം കൊടുക്കില്ല. അതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് വെള്ളത്തോട് തുളപ്പിച്ചൊക്കെ എടുക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ എൻ്റെ ബാക്ക് വന്നോട്ടോ. അവിടെ അത്രയും അടിയാണ്. അങ്ങനെ വെന്തതിന് ഞാൻ ചോറ് അരച്ചു. പക്ഷെ അരയ്ക്കണ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എഡിറ്റ് ചെയ്യുമ്പോൾ കാണാനില്ല കേട്ടോ. അപ്പോൾ നന്നായി അരച്ചു. അതിൽ കുറച്ച് നെയ്യും കൂടിയും ചേർത്തിട്ട് അരച്ചാൽ കൊടുക്കുകയാണ്. ഒരു 4-5 വയന അവൾ ഇങ്ങനെ ഇൻട്രസ്റ്റിൽ കഴിക്കുള്ളൂ. അത് കഴിഞ്ഞാൽ കണ്ട ആൾ ശീലക്കടയായി തുടങ്ങി. തിരിയിലും മറയിലൊക്കെ ആയി തുടങ്ങി. പിന്നെ ആൾ മെയിൻ പരിപാടിയാണ് ഓക്കാനം. അതിനെ കുറച്ച് ആൾക്ക് കൊടുത്തു. പിന്നെ ബാക്കി വെച്ചു. അപ്പോഴേക്ക് ഞങ്ങൾക്ക് വെച്ചിരുന്നിട്ട് ഇപ്പോൾ 2 ചിക്കൻ കാല് വറുത്ത് കഴിക്കട്ടോ. ഞങ്ങൾക്ക് നല്ല വിശപ്പായി തുടങ്ങി. ഇത് കഴിഞ്ഞിട്ടാണ് കാത്തുമോളെ കുളിപ്പിച്ച് സുന്ദരി മോളാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് 2 മിനിറ്റോളം ഇരുത്തിയതാണ്. ഞങ്ങൾക്ക് കുളിക്കാം. ഞങ്ങൾ 3 ആൾ ഒരുമിച്ചായിട്ട് കുളിക്കുക. അപ്പം അതിൻ്റെ ഇടയിൽ ചിക്കൻ കഷ്ണം കഴിക്കുന്നുണ്ട്. കാരണം ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് അവളെ ഉറക്കിയിട്ടാണ് ഞങ്ങൾക്ക് ഇനി ഫുഡ് കഴിക്കാൻ.
അങ്ങനെ ഞങ്ങളെല്ലാവരും പോയി കുളിച്ച് വന്നു. കാത്തുമ്പോൾ ക്രീമൊക്കെ പറ്റിയ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. എനിക്കത് നിർബന്ധമാണ്. ആൾ കുളി കഴിഞ്ഞാൽ ആൾക്ക് ഡ്രസ്സൊക്കെ മാറ്റുമ്പോൾ ക്രീം തേക്കണമെന്ന്. അപ്പം അതിൻ്റെ ഇടയിലായിട്ട് എനിക്ക് കുറച്ച് ഐസ്ക്രീം അലിഞ്ഞുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുന്നതാണ്. ഞാൻ ഫ്രിഡ്ജ് കുറച്ചിട്ടപ്പോൾ ഐസ്ക്രീം ഒന്നും അലിഞ്ഞു. അപ്പോൾ അതൊക്കെ കുറച്ച് ഗ്ലാസ്സിലാക്കി കൊടുന്നതാണ് കേട്ടോ. കാരണം ഇപ്പോൾ ചുമയേക്കാനും നല്ല തണുത്ത് കഴിക്കാൻ സമ്മതിക്കില്ല. അതൊന്നും അലിഞ്ഞുകൊണ്ട് കൊടുന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഡ്രസ്സൊക്കെ ഇടിച്ച് കൊടുക്കുകയാണ്. ഇത് ഡ്രസ്സ് ഇടാച്ച ഭയങ്കര മടിയാണ്. അപ്പോൾ ആൾ അതിൻ്റെ വില ക്രീം വിലൊക്കെ എടുക്കാൻ പോകും. അപ്പോഴേക്ക് ഞാൻ മുടി കെട്ടി ഭംഗിയാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആളിങ്ങനെ ഓരോന്നും അയിമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഞാൻ അങ്ങനെ ഒരു ഇതൊക്കെ പിടിച്ചു മുടി കെട്ടി സുന്ദരിയാക്കി. മുടിയൊക്കെ ഇച്ചിട്ട് ശുണ്ടിരി പാറുമായിട്ട് ലൈറ്റ് കുറവാട്ടോ. ഒരു പ്രശ്നമുണ്ട്. ഖത്തുമ്മ അപ്പൊ അങ്ങനെ ഞങ്ങള് കറങ്ങിറങ്ങിയിട്ട അല്ല കാറ്റുമ്മ. ഞങ്ങളെല്ലാം കൂടി മൂന്നാം കൂടി കറങ്ങിറങ്ങിയതാണ്. കറങ്ങാന്നല്ല നമുക്ക് കാത്തുമ്പോൾക്ക് രണ്ടും സാധനങ്ങൾ മേടിക്കാണ്ട്. അപ്പൊ അതിന് വേണ്ടി ഇറങ്ങിയതാണ്. നല്ല മഴയാണ് ഇവിടെ. എന്നാലും ചേട്ടൻ ഒരു കാര്യം വിചാരിച്ചു. ചേട്ടൻ അപ്പൊ തന്നെ അത് പോയി ചെയ്യണം. പിന്നെ പറഞ്ഞു വാ പോവാന്ന് പറഞ്ഞു ഞങ്ങൾ ഇറങ്ങി. ലാത്തുമ്മ കാത്തുമ്മ ആദ്യമായിട്ട് പെപ്പൊക്കെ ഇട്ടുണ്ട് കേട്ടാ. വലിയ പെണ്ണ പെപ്പൊക്കെ ഇട്ടു. ഏയ് പെപ്പൊക്കെ ഇട്ടുണ്ടല്ലോ. പോയിട്ട് വരാം. കാനൊക്കെയുള്ളതാണ്. മഴയുള്ള കാരണം കാനയിൽ കൊണ്ടുകഴിഞ്ഞാൽ വെള്ളത്തിൽ കല്ലെറിയണ വല്ല ശബ്ദം ഉണ്ടാവും. അത്രയൊന്നും ഉണ്ടാവുള്ളൂ. പ്രത്യേകിച്ചൊന്നും ഉണ്ടാവാനൊന്നും. ആൾക്കാർ വന്ന് രക്ഷിക്കും. മഴ ഇല്ലെങ്കിൽ രക്ഷിക്കും. പിന്നെ എൻ്റെ ഉള്ളിൽ കൊടുക്കേണ്ടി വെച്ചു. കുളിയൊക്കെ കഴിഞ്ഞിട്ട് ആളൊന്ന് കിടന്നുറങ്ങി. എഴുന്നേറ്റപ്പോൾ കിടക്കേറെ സൈഡിൽ കൊണ്ടിട്ട് തലൊന്ന് ഇടിച്ചു. അതോടുകൂടി അപ്പം തീരുമാനിച്ചു ഇനി കാത്തൂനെ രാത്രി അല്ലാതെ റൂമിൽ കയറ്റില്ല. ബാക്കിയുള്ള ടൈമെല്ലാം ആളിൽ കിടത്തുന്നു. അപ്പോൾ ആളിലാകുമ്പോൾ ഞങ്ങളും ഉണ്ടാവുമല്ലോ. അപ്പോൾ ആൾക്ക് ആളിൽ കിടത്താൻ വേണ്ടിയിട്ട് ആൾക്ക് എൻ്റെ ഒരു മാറ്റും പിന്നെ ഒരു ഹെൽമെറ്റ് തല കൊണ്ട് നിലത്ത് കൊണ്ട് ഇടിപ്പിക്കാതിരിക്കണം. ഞങ്ങൾ നിലത്ത് കിടത്താറില്ല. അപ്പം തല ഇടിച്ചാൽ വെച്ചിട്ടൊരു ഹെൽമെറ്റും മേടിച്ച് ഞങ്ങൾ വരിക കേട്ടോ. പുറത്ത് നല്ല മഴയാണ്. കുറച്ചേരം ഞങ്ങൾ വണ്ടിയിലിരുന്നു. അപ്പോൾ വണ്ടിയിലിരുന്ന കാത്തൂന് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ കളിക്കുക. അപ്പോൾ ഇന്നാൾ തലയിടിച്ച് കുറച്ച് കരഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം ആളെ കളിക്കാൻ വേണ്ടി ഇട്ട് കൊടുത്തതാണ്. അവളിതിപ്പോൾ ചങ്കടാട്ടി ഇങ്ങടാട്ടി കുറച്ച് നേരം ഇരുന്ന് കളിക്കുക. അവൾക്ക് ഭയങ്കര സന്തോഷമായി. ആളെ ഫ്രണ്ടിൽ അവൻ്റെ അടുത്ത് ഇരുത്തി കഴിഞ്ഞാൽ അവൾ കുറേ നേരം അവിടെ കിടന്ന് കളിക്കും കേട്ടോ. ഞങ്ങൾ വണ്ടി ഓടുമ്പോഴൊന്നും ആളെ ഇരുത്തില്ല. അങ്ങനെ വണ്ടി നിർത്തിയിട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരം ആളെ ഇരുത്തി കളിപ്പിക്കുകയൊക്കെ ചെയ്യും. അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ കിടന്ന് തന്നെ ഊഞ്ഞാലാണോ ലൈമ് കിടന്ന് തന്നെ അടിക്കോളും. അപ്പം പിന്നെ അതിൻ്റെ ഒപ്പം എന്ന് കളിപ്പിച്ചോളും. മോൾക്ക് എന്താണോ സന്തോഷം അതിൻ്റെ ഒപ്പത്തിന് നിന്ന് കളിപ്പിക്കാനും അപ്പയ്ക്ക് ഒരു മടിയില്ല കേട്ടോ. അവളുടെ സന്തോഷം എൻ്റെ സന്തോഷമാണ് അവൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഞങ്ങൾ കറക്കെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫ്ലാറ്റിലേക്ക് പോട്ടാ. ഹലോ കാത്തുമ്മ പോവാ. ഫ്ലാറ്റിലെത്തി കഴിഞ്ഞപ്പോൾ പിന്നെ അപ്പയ്ക്ക് ടൈമില്ല. വേഗം കാത്തുനെ മാറ്റിൽ ഇരുത്തണം. അപ്പോൾ അവൻ വേഗം അതൊക്കെ പൊളിച്ച് വിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ആളെ ഇരുത്താൻ വേണ്ടിയിട്ട്. ഇവിടെ അപ്പുറത്ത് കാത്തു കിടന്നിട്ട് കിളിക്കൊണ്ട് കളിക്കുന്നുണ്ട്. അതിൻ്റെ ശബ്ദങ്ങൾ അവൾ ഉണ്ടാക്കുന്നുണ്ട്. അവൾ എൻ്റെ അപ്പുറത്ത് തന്നെ ഉണ്ട്. അവൾക്ക് ഉറക്കമൊന്നുമില്ല. 12:45 ഞാൻ ഡബ് ചെയ്യുമ്പോൾ. പക്ഷെ എന്നാലും അവൾ ഉറങ്ങാതെ എൻ്റെ അപ്പുറത്ത് തന്നെ കിടന്ന് കളിക്കുന്നുണ്ട്. ഞങ്ങൾ ചെറിയ യാത്ര പോലെ തിരക്കിലേക്കാനും ഡ്രസ്സ് പാക്കിങ്ങിലും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് ഡബ് ചെയ്ത് വെച്ചിട്ട് പൂവാല വെച്ചു. മാറ്റൊക്കെ വിരിച്ചു. ഇനി കാത്തുനെ കൊണ്ട് ഇരുത്തുന്നുണ്ട് കേട്ടോ. വലിയ മാറ്റാണ്. ഞങ്ങൾ ഇത്ര വലുതാന്ന് വിചാരിച്ചില്ല. പക്ഷെ നല്ല മാറ്റാണ്. അതിന് മുന്നേക്ക് പഠിക്കേണ്ട ആവശ്യമുള്ള എല്ലാ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കാത്തു കരഞ്ഞു തുടങ്ങി. അങ്ങനെ നമ്മൾ കാത്തുനെ അതിന് ഇരുത്തി ആളിങ്ങനെ ഓരോന്നിങ്ങനെ പിടിച്ച് കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. കുറേ പാവൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ കുറേ നേരം അവൾ കളിച്ചു കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് നല്ലതാണ്. ഈ ഒരു ഹെൽമെറ്റും കൂടി ഉണ്ടെങ്കിൽ നമ്മൾ തല നിലത്ത് ഇടിക്കുന്നുള്ള പേടിയും വേണ്ട. ബാക്കിക്ക് വീണാലും അവിടെ തല സേഫായിരിക്കും. കുട്ടികൾ കുറേ നേരം ഇരുന്ന് കളിച്ചോളൂ കേട്ടോ. നമ്മളെ കാത്തുമോളി ഇരുന്ന് കളിക്കുന്നുണ്ട്. അപ്പം എന്താ ഞാൻ പറഞ്ഞു അവൾക്കൊരു പുതിയ ചെറുലാക്ക് ഉണ്ടാക്കണമെന്ന്. അപ്പം അത് ഉണ്ടാക്കാൻ വേണ്ടി തയ്യാറെടുപ്പാണ്. നമുക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് കഴുകി സെറ്റ് ഉണങ്ങാൻ വെക്കണം. നമുക്ക് ഫാൻ്റെ ചോട്ടിട്ടിട്ടൊന്ന് ഉണക്കിയെടുത്താലും മതി. ഞാൻ അത് വെച്ചിട്ട് കുറുക്ക് കൊടുക്കാൻ പോകാന്ന് വെച്ചാൽ എന്തായാലും കുറുക്ക് ചൂടാറാൻ കുറച്ച് ടൈം എടുക്കും. നിങ്ങൾക്ക് അതെന്തായാലും സെറ്റ് ചെയ്യാം. ഞാൻ കാണിച്ചത് എന്താ സെറ്റ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് അതിന് ആവശ്യമുള്ള സാധനം നോക്കിയുള്ളപ്പോൾ അവിലുണ്ട്. അതുപോലെ താമരയുടെ വിത്തുണ്ട്. താമര വിത്തിനെ തോന്നുന്നു, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പിന്നെ ഉഴുന്നുണ്ട്, പിന്നെ ചെറുപ്പയറുണ്ട്, പരിപ്പുണ്ട്, അണ്ടിപ്പരിപ്പ്, ബദാം, പിസ്ത, പിന്നെ കടല, പിന്നെ എന്തിട്ടാ ഓട്സ് ഉണ്ട്,
പിന്നെ ഇതും അതിൻ്റെ പേര് ഞാൻ മറന്നു, ബ്രെയിനിൻ്റെ പോലത്തെയുള്ള സാധനമില്ല, അതിൻ്റെ പേര് ഞാൻ മറന്നു. അപ്പോൾ അതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം അവിലെടുത്തു. പിന്നെ ഞാൻ ചിന്തിച്ചു അവിൽ നമുക്ക് വറക്കണയിലേക്കിടാം, അത് കഴുകി കഴിഞ്ഞാൽ ആകെ അള്ളിപ്പിളിയാവും. അപ്പം ഞാനത് കഴുകിയില്ല. അപ്പം ഞാൻ ആദ്യം കുറച്ച് ഓട്സ് എടുത്തു. അപ്പം അത് ഞാൻ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, അപ്പോൾ എൻ്റെ ഒരു ഐഡിയ പോലെ ഞാൻ എടുത്തു. ഞാൻ കറക്റ്റ് അളവൊന്നും നോക്കിയില്ല കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ഓട്സ് എടുത്തു. അപ്പോൾ ഞാൻ കുറച്ചും കൂടി എടുക്കാൻ വെച്ചു, കാരണം അണ്ടിപ്പരിപ്പും ബദാമൊക്കെ ഓവറായിട്ട് വന്നു കഴിഞ്ഞാൽ ഉണിക്ക് ദഹിക്കാൻ ബുദ്ധിമുട്ടായാലും വെച്ചിട്ട് ഞാൻ കുറച്ച് കൂടുതൽ ഓട്സ് എടുത്തു. പിന്നെ ഇതിൽ അവിലും കൂടി വരുമ്പോൾ അത്യാവശ്യം മറ്റുള്ള ഐറ്റംസായി, പിന്നെ പരിപ്പും ചെറുപയറെല്ലാം വരുന്നുണ്ടല്ലോ. പിന്നെ ഞാൻ കുറച്ച് പരിപ്പ് എടുക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ഒക്കെ ഡപ്പയിലാക്കി വെച്ച് കഴിഞ്ഞാൽ അതൊന്നും മാറ്റി വെച്ചിട്ടില്ല. ഞാൻ അങ്ങനെ ആദ്യം വീഡിയോ എടുക്കുമ്പോൾ ഒക്കെ ഓരോ പാത്രത്തിലാക്കി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതൊക്കെ ഞാൻ തന്നെ കഴുകണ്ടേന്ന്. അപ്പോൾ അതിനെ കുറച്ച് പരിപ്പെടുത്തു. പിന്നെ ചെറുപയർ അടഞ്ഞെടുക്കുന്നത്, ചെറുപയർ പച്ചപ്പയറില്ലേ അതെടുത്തു. പച്ചപ്പയർ ചെറുപയർ അതെന്താ പറയാൻ പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. ചെറുപയറെന്ന് ഞാൻ നമ്മളിവിടെ പറയുക. ചെറുപയർ എടുത്തു. പിന്നെ അതേപോലെ ഉഴുന്ന് ഞാൻ കുറച്ചെടുക്കണുള്ളൂ, കുറേ ഒന്നും എടുക്കണില്ല. ചിലവരിടുന്നുണ്ട്, ചിലവരിടുന്നില്ല. അപ്പം ഞാൻ ഉഴുന്ന് നല്ലതാണല്ലോ. നമ്മൾ ഇഡ്ഡലിക്കൊക്കെ കൊടുത്തിട്ട് കുട്ടികൾക്ക് ഇഡ്ഡലി കൊടുത്തയക്കുക എന്നൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇഡ്ഡലി കൊടുത്തയച്ചത് തടി വയ്ക്കാനാണ്, അല്ലെങ്കിൽ ക്ഷീണിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഉഴുന്ന് കഴിച്ചാൽ നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് ഉഴുന്നെടുത്തു. പിന്നെ കടല, അപ്പം ഞാൻ കടലും എടുക്കുന്നുണ്ട്. കടല ഞാൻ കുറച്ച് എടുത്തു, കാരണം ആൾക്ക് കടല ഇഷ്ടം. ഞാൻ കടല ഞാൻ ജസ്റ്റ് ഇങ്ങനെ അരച്ചിങ്ങനെ കൊടുക്കുമ്പോൾ ആൾക്ക് ഇഷ്ടത്തിൽ ആൾ കഴിക്കാറുണ്ട്. അപ്പോൾ കടല ഫ്ലേവർ ആൾക്ക് ഇഷ്ടപ്പെടുന്ന വെച്ചാൽ ഞാൻ കുറച്ച് കടലും കൂടി, കുറച്ച് കൂടുതൽ കടല ഞാൻ എടുക്കുന്നത്. പിന്നെ അങ്ങനെ അണ്ടിപ്പരിപ്പാട്ടെ ഞാൻ എടുക്കുന്നത്. അണ്ടിപ്പരിപ്പ് ഞാൻ കുറച്ചെടുത്തു. ഇതൊന്നും റോസ്റ്റഡ് അല്ലാത്ത എടുത്തത്. അങ്ങനെ അണ്ടിപ്പരിപ്പ് ഞാൻ കുറച്ചെടുക്കുന്നുണ്ട്. ഞാൻ അളവൊന്നും നോക്കിയിട്ടില്ല. നിങ്ങൾക്കും നിങ്ങളൊരു ഐഡിയ പോലെ എടുത്താൽ മതി. നമുക്കറിയാലോ നമ്മൾ ഉണ്ണികൾ എങ്ങനെയാണ്. ഞാൻ എൻ്റെ ഉണ്ണിക്ക് അണ്ടിപ്പരിപ്പും പിസ്തയൊക്കെ കൊടുത്തു വയ്ക്കിയിട്ടുള്ള ആളാണ്. കുഴപ്പമില്ല, ആൾ കഴിക്കാറുണ്ട്. ആൾക്ക് ദഹനത്തിൻ്റെ പ്രശ്നമൊന്നും അങ്ങനെ വരാറില്ല. അപ്പോൾ ഒരു ഐഡിയ വെച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്. ബദാം കുറച്ചെടുത്തു. ബദാം ഞാൻ കുറച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ, കാരണം എല്ലാതും അത്യാവശ്യം വരുന്നതുകൊണ്ട് ഞാൻ ബദാം കുറച്ചെടുത്തുള്ളൂ. ഞാൻ പിസ്തയും കുറച്ചെടുക്കുന്നുണ്ട്, കാരണം ആൾക്ക് പിസ്ത ഇഷ്ടമാണ്. പിസ്തയൊക്കെ ഞാനിങ്ങനെ ഇങ്ങനെ അരച്ച് ഇങ്ങനെ പൊടിച്ചൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ആൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആൾ കഴിക്കുന്നുണ്ട്. ആൾക്ക് പിസ്തയും അണ്ടിപ്പരിപ്പൊക്കെ ഇഷ്ടമാണ്. ഞാൻ ബദാമാണ് കാത്തുമ്പോൾ കൊടുക്കാത്തത്. പിന്നെ വാൾനട്ട്, അങ്ങനെ ഞാൻ അതൊന്നും പറയാം. അപ്പോൾ അത് ഞാൻ ഒരു 3 എടുക്കണുള്ളൂ, ഒരുപാട് എടുക്കണില്ല. കാരണം ഇത് ദഹിക്കാൻ ഭയങ്കര പാടാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 3 എടുത്തു. ഞാൻ ഇനി വേണമെന്ന് ഇങ്ങനെ ആലോചിച്ചു. പിന്നെ അത് വേണ്ട വെച്ച് ഞാൻ റിട്ടേൺ വെച്ചു കിട്ടാ. അപ്പോൾ അങ്ങനെ ഇതൊക്കെയാണ് ഞാൻ എടുക്കുന്നത്. ഇതൊക്കെ ഇനി നന്നായി കഴുകണം. ഞാനൊരു 5-6 വട്ടം കഴുകിയിട്ടുണ്ട് കേട്ടോ, കാരണം ഉഴുന്നും പരിപ്പൊക്കെ ഉള്ളതുകൊണ്ട് അതെല്ലാം ഒരുമിച്ചിട്ടുകൊണ്ട് ഞാനൊരു 5-6 വട്ടം ഇതൊക്കെ കൂടി കഴുകുന്നുണ്ട്. അത് നല്ല വെള്ളത്തിലാണ് ഞാൻ കഴുകുന്നത്. ഞങ്ങളവിടെ പൊട്ട വെള്ളം കാര്യങ്ങളുള്ളതുകൊണ്ട് ഞങ്ങൾ കുടിവെള്ളത്തിൽ തന്നെയാണ് കഴുകുന്നത്. അപ്പം നമ്മൾ കാത്തുമ്പോൾ നല്ല കളിയും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഓൺ വോയിസ് എടുക്കാൻ, കാരണം അവിടെ അപ്പനും മോളിനും വക പാട്ടും മേളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നന്നായി ഞാൻ പിഴിഞ്ഞ് കഴുകിയെടുത്തു. ഓട്സിൻ്റെയും ഒരു വെള്ളം നിറക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഏകദേശം ഒന്നും മാറി കിട്ടണമായിരിക്കും. നന്നായി കഴുകിയെടുത്തു. ഓട്സ് ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ പെട്ടെന്ന് മാറില്ല കളറ്. അതിൻ്റെ ഇങ്ങനെ കുതിർന്ന് വരുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. ഞാൻ ആദ്യമായിട്ട് വീഡിയോയിൽ കണ്ടിട്ട് ഞാൻ അങ്ങനെ പരീക്ഷിച്ചുണ്ടാക്കുന്നതാണെങ്കിൽ എല്ലാം നല്ല ഐറ്റംസ് ആയതുകൊണ്ട്. അപ്പോൾ അതിനെന്തായാലും ഞാൻ കഴുകിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വേണ്ട, ഞാൻ കുറേ വട്ടം കഴുകുന്നുണ്ട് കേട്ടോ. എനിക്ക് ഉണ്ണികൾ കഴിച്ചില്ലെങ്കിൽ ഭയങ്കര ടെൻഷൻ കൂടുതലുള്ള ആളാണ്. നമ്മളൊരു അബദ്ധത്തിലൊരു കുഴപ്പം വരരുതെന്ന് ചിന്തിക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ കുറേ വട്ടം കഴുകി അങ്ങനെ ഞാൻ അത് ഉണക്കാൻ വെക്കുക കേട്ടോ. നന്നായി പിഴിഞ്ഞെടുത്തിട്ട് 2 പ്ലേറ്റിലാക്കിയിട്ട് ഇങ്ങനെ ഉണക്കാൻ വെച്ചു. ഞങ്ങൾ ഫ്ലാറ്റിൽ ഈച്ചൊന്നുമില്ല, അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ മൂടി വെച്ചൊന്നുമില്ല. അങ്ങനെ ഫാൻ്റെ ചുവട്ടിൽ വെച്ച് ഇങ്ങനെ ഉണക്കാൻ വെച്ചു. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കും. നമ്മൾ കാത്തുമ്പോൾ വാക്കുനറിൽ നല്ല കളി കേട്ടോ. അപ്പോൾ അതിലും ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതെന്താ, ഇത് പിറ്റേ ദിവസമാണ്. ഞാൻ തലേദിവസം ചെയ്യുന്ന വീഡിയോ ആയിട്ട് ഞാൻ ഇപ്പോൾ എൻ്റെ ഇടയിൽ കയറ്റിയത്. അപ്പോൾ ഇത് നന്നായി ഉണങ്ങി വന്നപ്പോൾ ഞാൻ റോസ്റ്റ് ചെയ്യാം കേട്ടോ. അതിങ്ങനെ കുറേ നേരം ഇളക്കി റോസ്റ്റ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ കാത്തുമ്മൾക്ക് വൈകുന്നേരത്തേക്കുള്ള ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ആപ്പിൾ ഞാൻ വേവിച്ച് കൊടുക്കും. അപ്പോൾ അത് തൊലിയൊക്കെ കളയാണ്. ഞാൻ ഒരു ആപ്പിൾ എടുത്ത് വേവിച്ച് കൊടുക്കാറുണ്ട്. ചില ദിവസം ഒരു ആപ്പിൾ കഴിക്കും, ചില ദിവസം പകുതിയൊക്കെ കഴിക്കുള്ളൂ. അതാൾ ഓരോ മൂടനുസരിച്ചിരിക്കും. ഞാൻ എന്തായാലും ഉണ്ടാക്കും, കുറച്ച് കൂടുതലുണ്ടാക്കും. ആൾ കഴിച്ചാലോ എന്നുള്ളൊരു പ്രതീക്ഷയല്ലേ. കഴിച്ചില്ലെങ്കിൽ വേസ്റ്റ് ആകും. എന്നാലും കുഴപ്പമില്ല, കഴിക്കുകയാണെങ്കിൽ ആൾ കഴിച്ചോട്ടെ വെച്ചിട്ട് അത് നന്നായി ഞാൻ അരിഞ്ഞ് എടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊരു വാൽപ്പാത്രത്തിലിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച്
അതിൽ കുറച്ച് നെയ്യ് ഇടും കേട്ടോ ഞാൻ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനത് ഇളക്കി കൊടുക്കുന്നുണ്ട്. കാരണം കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് ഉണക്കിയത് കാത്തുൻ്റെ സിറിലാക്കിനുള്ളതും ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് കൽക്കണ്ട ഇട്ട് കൊടുത്തിട്ട് പനക്കൽക്കണ്ട. ആൾക്ക് മധുരം ഉണ്ടെങ്കിൽ ആൾ എന്ത് ഫുഡും കഴിക്കും, അല്ലെങ്കിൽ ആൾ കഴിക്കില്ല. ആൾ ജമ്മുണ്ടെങ്കിൽ കഴിക്കില്ല. ആൾക്ക് അതിന് എന്തെങ്കിലുമൊക്കെ ഒരു ഫ്ലേവറാണ്. അപ്പോൾ പനക്കൽക്കണ്ട ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് റോസ്റ്റ് ചെയ്യുന്നപ്പോൾ പിന്നെ നമ്മൾ താമര വിത്ത്. അപ്പോൾ അത് ഞാൻ ഇന്നലെ കഴുകി കഴിഞ്ഞത് ചുങ്ങിപ്പോവും. അപ്പോൾ അത് ഞാൻ കഴുകിയിട്ടില്ല. അത് എടുത്തിട്ട് നന്നായി റോസ്റ്റഡ്. അപ്പോൾ അതിൻ്റെ പാകം എന്ന് വെച്ചാൽ ഇങ്ങനെ അമർത്തി ഇങ്ങനെ പൊടിഞ്ഞു പോകണം. അതാണ് അതിൻ്റെ പാകം. ആയിട്ടില്ലെങ്കിൽ അതിങ്ങനെ അമർന്ന് പോവും. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിൽ റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ആപ്പിൾ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ അതും റോസ്റ്റായി ഇങ്ങനെ മുരിഞ്ഞ് വരുന്നുണ്ട്. മുരിഞ്ഞ് വന്നപ്പോൾ ഞാൻ അതും മാറ്റി. പിന്നെ ഇതിലേക്ക് ഞാനൊരു അത്തിപ്പഴം ഇട്ടിട്ടുണ്ട്. അത്തിപ്പഴം തന്നെയല്ലേ ഏട്ടാ? അത്തിപ്പഴം ഇട്ടിട്ട് അരച്ചു കേട്ടാ. അപ്പോൾ അതാണ് നമ്മൾ കാത്തുമുൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു 6 മണിയാകുമ്പോൾ കാത്തുവിന് ആപ്പിൾ കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ പകലിടയിൽ കോഴിമുട്ടയിൽ ഒരു ഉണ്ണി കൊടുക്കാറുണ്ട് കേട്ടോ. ഇന്നാൾക്കൊരു ചുമ പോലെ എനിക്ക് ഫീൽ ചെയ്തു. ചുമ വരുന്ന പേടിച്ചിട്ട് കൊടുക്കാതിരിക്കില്ല. ചുമക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഇന്നിപ്പോൾ എന്തായാലും വേണ്ടെന്ന് വെച്ചതാ. അമ്മ പറഞ്ഞ കുട്ടികൾക്ക് വയ്യാതെ ഇനി ദഹിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് കൊടുക്കഴിഞ്ഞതാണ്. അതിന് ഞങ്ങക്ക് അമ്മ അടുക്കളയിൽ പണിയെടുക്കണല്ലേ കുശുമ്പ. അപ്പൊ വിളിച്ചു വരുത്തും. ഇതാണ് ഞങ്ങളുടെ കാത്തുവിന്റെ പുതിയ ഷീറ്റ് അല്ലേ കാത്തു? അയ്യോ അയ്യോ പോയി. കൊച്ചുപ്പായത്തേക്ക് പോയില്ലോ. അപ്പയുടെ കൊച്ചുപ്പായത്തേക്ക് പോയില്ലോ. ആര് പറഞ്ഞു മ്യാവൂ? ഞാൻ നിങ്ങളുടെ കാത്തു. എന്നോടിഷ്ടം കൂടാ ആർക്കാൻ ഇഷ്ടം? ആര് പറഞ്ഞു മ്യാവൂ? ഞാൻ നിങ്ങളുടെ കാത്തു. എന്നോടിഷ്ടം കൂടാ ആർക്കാൻ ഇഷ്ടം? ആർക്കാൻ ഇസ്തോ അപ്പയുടെ മോളാണേ അപ്പക്കുട്ടിയ. അപ്പയുടെ ചൊത്താണേ അപ്പയുടെ മോളാണ് അല്ലേ? അപ്പയുടെ തുന്തിരിയ. അപ്പയുടെ തൂന്തിരി പേനെ ഏടെ മോനെ. ആമേടെ മോനെ. മോളത്തേല ആച്ചട മോനെ. ആച്ചട മോനെ. അയ്യോ പോയി. അപ്പുറത്ത് പോയി. ഇപ്പത്ത് പോടും. അടിയിൽ പോടും. അടിയിൽ ഒന്നുകൂടി പോടെ. പോടും. കിട്ടി. സേഫ് സോളാക്കി അമ്മ ഷേവാക്കി. ഇനി ഞങ്ങൾ കൊടുത്തിട്ടൊക്കെ കാണിച്ചു തരാം കേട്ടാ. അപ്പോൾ അത് ഞാൻ ചൂടാറാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചൂടാറി. അപ്പോൾ ഞാൻ പൊടിക്കാൻ പോവാട്ടോ. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് പനക്കൽക്കണ്ടം പൊടിച്ച് ഞാൻ പാത്രത്തിൽ മാറ്റിയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ അരിച്ചിട്ടാണ് എടുക്കണേ. പിന്നെ ഇതാ നമ്മൾ കുറുക്കിൻ്റെ ഇത് പൊടിച്ച് അരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നമുക്ക് എന്തായാലും ബാക്കി വീഡിയോസ് കാണാം. അപ്പോൾ ആയില്ലേ? കുറേ നേരത്തെ കഷ്ടപ്പാടായിരുന്നു കേട്ടോ പൊന്നുണ്ട്. കാരണം പൊന്നു തന്നെയായിരുന്നു കേട്ടോ ഓരോന്ന് വാങ്ങാനായിട്ടും കാര്യങ്ങൾ നോക്കാനായിട്ടും. അല്ല ശരിയാണ്, എല്ലാം പ്രോട്ടീനാണ്. വാൾനട്ട്, പിന്നെ നമ്മുടെ എന്താ പറയാ ബദാം, പിസ്ത, അങ്ങനത്തെ സാധനങ്ങളാണ് കൂടുതലും. അതായത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് കൂടുതലും ഇതിലുള്ളത്. അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ പുറത്തുനിന്ന് വാങ്ങണതിനേക്കാളും നല്ലത് ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നാശമായി പോവില്ല. വെള്ളം തട്ടാതെ വെച്ചാൽ മതിയല്ലോ. നെഗറ്റീവ്സ് വരുന്നുണ്ട്. അപ്പൊ എനിക്ക് അതും ടെൻഷൻ. പക്ഷെ അവൻ കഴിക്കുന്ന ഫുഡ് നമുക്ക് കൊടുത്തിട്ട് കാര്യമുള്ളൂ. പിന്നെ എല്ലാം കുട്ടികളും കൊടുക്കുന്നതല്ലേ എന്നുള്ളൊരു വിശ്വാസത്തിൽ നമ്മൾ കൊടുക്കുകയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ കണ്ടത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്നെ കുറെ ഓടിച്ചിട്ടുണ്ട് കേട്ടാ. നെസ്റ്റോയിലായാലും ശോഭയിലായാലും കുറെ അവൾക്ക് പറയേണ്ട സാധനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മള് ഓടി തന്നെയല്ലേ പറ്റില്ല. നമ്മുടെ മോക്ക് വേണ്ടിയിട്ടല്ലേ, വേറെ ആർക്കുള്ളൂ. നമ്മള് ചുന്തിരിപ്പെണ്ണിന് വേണ്ടിയിട്ടല്ലേ, അതിന് വേണ്ടിയിട്ട് നമ്മൾ എത്ര വേണമെങ്കിലും ഓടും. അപ്പൊ അപ്പൊ എല്ലാരും വീഡിയോ ചേർക്കുന്ന സാധനത്തിനോടും ഒരു ശനി എക്സ്ട്രാ കൂടുതൽ ചേർത്തിട്ടുണ്ട്.
അത് വേറെ ഒന്നല്ല, പനക്കൽക്കണ്ടാണ്. കാരണം നമ്മളെ കാലത്ത് കുറച്ച് മധുരം ഉണ്ടെങ്കിൽ അവള് ഫുഡ് കഴിക്കുള്ളൂ. അവൾക്ക് ഇങ്ങനെ ഒരു ഫീലിങ്സ് ഇല്ലാത്ത ഫുഡ് അവൾക്ക് ഇഷ്ടമല്ല. പിന്നെ പനക്കൽക്കണ്ട കുട്ടികൾക്ക് കുറുക്കിൽ ചേർക്കുന്ന സാധനമാണല്ലോ. അത് ഞാൻ പൊടിച്ചു, അത് ഞാൻ വെറുതെ പൊടിച്ച് ഇതുപോലെ മിക്സ് ചെയ്ത് ചേർത്തു. പിന്നെ ഇതെടുക്കുമ്പോൾ ആൾക്കുള്ള മധുരമായി. കുറച്ച് ചൂടുവെള്ളത്തിൽ ഒന്ന് മിക്സ് ആക്കി മാത്രമേ ഇനി വേണ്ടുള്ളൂ. അരി ആവുമ്പോൾ എനിക്ക് തോന്നുന്നു കുറുക്കണം. അപ്പം ഞാൻ അരി ചേർത്തില്ല. ഇത് ഞാൻ അതിലും ഓട്സ് ചേർത്ത് അത് നന്നായി ഞാൻ വറുത്ത് പൊടിച്ചു. നന്നായി വറുത്തു, അതൊക്കെ നല്ല കൂടി നന്നായി വറുത്തുണ്ട്. അപ്പൊ അങ്ങനെ ലാസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുത്തോളൂ, മക്കൾക്ക് നല്ലതാ. അവളെല്ലാം റെഡി ആക്കിയിട്ടാ. അല്ല പലരും നമ്മുടെ ഇടയിൽ നേരിട്ടാണ് കാത്തു തടിയില് ഞങ്ങക്ക് അങ്ങനെ തടി വെപ്പിക്കാനുള്ള അവളെ ആവശ്യത്തിനുള്ള വെയിറ്റും തടി ഉണ്ടായാൽ മതി. അവൾക്ക് ആവശ്യമുള്ള പ്രതിരോധ ശേഷിയും വെയിറ്റും ഉണ്ടാവണം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ആ അസുഖങ്ങളും കാര്യം വരാത്ത നിലയ്ക്കുള്ള അവൾക്കുള്ള കാര്യങ്ങള്. അല്ലാതെ കൊറേ തിന്ന് വീർപ്പിച്ചിട്ട് കാര്യമില്ലേ. അത് പിന്നെ അവർക്ക് തന്നെ വയ്യാതെ ആക്കിയിട്ട് എന്താ കാര്യം. അവൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കൊടുക്കുക, അവളെ ഹെൽത്തി ആക്കി നിർത്തുക, അതാണ് നമ്മുടെ സൈക്കോളജി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പൊന്നൂന് തന്നെയാട്ടെ ഇതെനിക്ക് അവളെ അത്രയും പറയണം. കാരണം ഇത്രയും നേരം ചൂടത്തിരുന്നിട്ട് വറക്കാനായാലും പൊടിക്കാനായാലും ഒക്കെ അവൾ തന്നെയാണ് നിന്നത്. അപ്പൊ ഞാനിത് ചെറിയ പാത്രത്തെ കുറിച്ച് മാറ്റുന്നുണ്ട്, ബാക്കിയുള്ളത് വലിയ പാത്രം മാറ്റി മാറുന്നില്ല. നമ്മൾ ഇത്ര നാളെ എപ്പോഴും പറയും നമ്മൾ സാറിന്റെ വീട്ടിൽ പോവാണ്, സാറിന്റെ വീട്ടിൽ വന്ന് ക്യാപ്ഷൻ കൊടുക്കാറുണ്ട്. ആരെങ്കിലും ഒന്ന് കമന്റ് ചോദിക്കുമ്പോ നമ്മൾ ആ ലെവലിക്ക് തന്നെ കൊടുക്കുകയാണെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ശരിക്കും പെട്ടെന്ന് തീരുമാനമാക്കണം. നമ്മളിങ്ങനെ ഇരുന്നപ്പോ നമ്മൾ പോയാലോ എന്ന് തീരുമാനിച്ചപ്പോ ഞാൻ രാത്രി ആകുമ്പോ കയറി പോവാന്ന് വെച്ചിട്ടാണ്. പബ്ലിക്ക് ആൾക്കുള്ള ഡ്രസ്സും കാര്യങ്ങളും അതിൽ ആൾക്ക് ആവശ്യമുള്ള ഫുഡ് അവൾക്ക് നമ്മൾ പട്ടിണിക്ക് ഇടാൻ പറ്റില്ലല്ലോ. നമ്മളെ പോലെ അല്ല ഹോട്ടൽ ഫുഡ് അവൾക്ക് കഴിക്കാൻ പറ്റില്ല. അവൾക്ക് ആവശ്യമുള്ള കുറച്ച് ഫുഡ് മാത്രം പാക്ക് ചെയ്തിട്ട് വന്നിട്ട് നാളെ പോണ വീടൊക്കെ നമ്മൾ വേറെ ആയിട്ട് ഇടാം. അതൊക്കെ വേറെ. അപ്പോൾ അവള് പാക്ക് ചെയ്യട്ടെ കാര്യങ്ങളൊക്കെ. ഇവിടെ എൻ്റെ മേത്ത് നിന്നിട്ടാണ് എന്നെ വേനിപ്പിക്കാട്ട തല കൊണ്ട് ഇടിച്ചിട്ട് ഇപ്പൊ എന്നെ വേനിപ്പിച്ചിട്ടാ. ഇനി ചെറിയ പാത്രത്തിൽ കുറച്ചും കൂടി ഉണ്ടല്ലോ പറഞ്ഞ ഇത്രയും കൂടി ഉണ്ട് കേട്ടാ. കുറച്ചൊക്കെ പുറത്തൊക്കെ പോയിട്ടുണ്ട്, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഈ പാത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൊന്നു മാറുന്ന ടൈമിന് അവർക്കൊരു സൈക്കോ ഉണ്ടായിരുന്നു. കാരണം നല്ല നല്ല പാത്രങ്ങൾ ഓൺലൈനിൽ നോക്കും. നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫറുള്ള ടൈമിനായിട്ട് അവൾ വാങ്ങുള്ളൂ. അല്ലാതെ വില കൂടി നിൽക്കുന്ന സമയത്തൊന്നും അവൾ വാങ്ങില്ല. 240 ഒരു 300 രൂപയുടെ ഉള്ളിൽ വന്നാൽ മാത്രമാണ് അവൾ എന്തും ഓർഡർ ചെയ്യുള്ളൂ. അതുവരെ അവൾ വെയിറ്റ് ചെയ്യുകയും ചെയ്യും. നോക്കി എന്നും നോക്കിയിരുന്നിട്ട് ഞാൻ നോക്കുമ്പോൾ പൊന്നെ നീ ഓർഡർ ഇല്ല ഇനി റേറ്റ് പറയും. അത് ഇങ്ങനെ കുറേട്ടെ പറഞ്ഞിട്ട് ഇരിക്കും. പിശുക്കത്തിയാട്ടാ എന്നെ ഇടിച്ച് വേദനിപ്പിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഒരാള്. അപ്പോൾ അങ്ങനെ വാങ്ങിയ പാത്രങ്ങളാണ് ഈ ചെറിയ ഡപ്പകളൊക്കെ. ഇല്ല കഴിഞ്ഞു. അപ്പൊ ഇവക്ക് ചൂടെടുക്കുന്നുണ്ട് കേട്ടാ. ചിലപ്പോൾ ഫുഡ് വീഡിയോ കാരണം അവൾക്ക് പൂവളെ തിരക്കിലാണ്. അപ്പൊ അതിന്റെ ഫുഡ് ചിലപ്പോൾ വീഡിയോ ഞാൻ വിട്ടുപോകും. ഞാൻ എന്തായാലും ഇത് കൊടുക്കണില്ല, കാരണം ഇതിൽ കുറെ അണ്ടിപ്പരും കാര്യങ്ങളൊക്കെ ഇത് രാത്രി കൊടുത്തിട്ടുണ്ടെങ്കിൽ ദഹിക്കുമ്പോൾ ഉണ്ട്. അപ്പൊ ഞാൻ അവൾക്ക് ഉച്ചയ്ക്ക് അരച്ച ചോറിന്റെ കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ അരച്ച് ഞാൻ കൊടുക്കും. പറ്റിയാണ് ഞാൻ വീഡിയോ എടുക്കാം. ഓക്കെ. അല്ല പറ്റില്ല, കാരണം സ്പേസ് ഇല്ല. അവൻ്റെ 2 ഫോണിലും നോട്ടിഫിക്കേഷൻ വന്നത് കുറെയൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടാണ് ഇപ്പൊ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഐഫോണിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഇത്. കാരണം സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ കാശ് കൊടുത്തിട്ടൊക്കെ വാങ്ങണം. ഒരിക്കൽ ഞങ്ങൾ വാങ്ങി, പിന്നെ ഇപ്പൊ അതിനുള്ള അല്ല കുറച്ച് ടൈമിൽ നമുക്ക് വീഡിയോ എടുക്കാനുള്ള സ്പേസ് കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ആ ഒരു ഇതൊന്നും ഇല്ല കേട്ടോ. കാരണം നമ്മൾ വെറുതെ കാശ് കൊടുക്കിയിട്ട് കാര്യമില്ല. ഞങ്ങൾ കാശാക്കിയിട്ട് ഞങ്ങൾ ഒരു S22 Ultra എടുക്കും. എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള ഫോണാണ് അത് എടുക്കണം എന്നുള്ളത്, S22 Ultra. കാരണം പലരും നല്ല റിവ്യൂ ആണ് കാണുന്നത്. പിന്നെ ആഗ്രഹമുള്ള മനുഷ്യനെ ജീവിക്കാനുള്ള മുന്നോട്ടുള്ള വഴി, ആ ആഗ്രഹത്തിന്റെ മുകളിൽ ഞാൻ പോകും. ഞങ്ങളെ വീടുണ്ട്, പിന്നെ തേട്ടില് പൊന്നെ കാത്തു ഞാൻ ഇവിടെ ഒന്ന് സെറ്റ് ആക്കട്ടെ ഏട്ടാ. ഞാൻ ഇങ്ങനെ എടുത്തോണ്ടാ തോന്നുന്നു അവിടെ തേട്ടി. അപ്പൊ ഞാൻ മുലപ്പാലും മത്തനുകൾ ഇനി വേറെ ഒന്നും കൊടുക്കില്ല. ഇത്ര ഫുഡ് തന്നെ ഒരു ദിവസം അവർക്ക് നമുക്ക് കൊടുക്കുള്ളൂ. കഴിച്ചോ? ഇതിന്റെ ഇടയിൽ നമ്മൾ ആകെ കൊടുക്കാനുള്ള സാധനം എന്താ വെച്ചാൽ മുട്ട പുളിയുടെ ഉണ്ണി കൊടുക്കാറുണ്ട്. ഇന്ന് അത് കൊടുത്തിട്ടില്ല. അത്രയ്ക്കന്നെ ഉള്ളൂ. കാരണം പറഞ്ഞു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അല്ല കൂടുതലാന്ന് ജലദോഷത്തിലുള്ള ഒരു ചാൻസ് ഉണ്ട്.
അപ്പോൾ ചെറിയൊരു ചീറ്റിലും പൊട്ടലൊക്കെ കാണാൻ തോന്നിയപ്പോൾ ഇതാക്കിയതാണ്. കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ അവൾ ഓക്കെ ആയിരുന്നു അല്ലേ കാത്തുക അല്ലേ പെണ്ണേ? അങ്ങനെ കാര്യം. അപ്പോൾ അവള് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇനി കിടന്നുറങ്ങും. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രക്കുള്ളൂ. ഓക്കെ ബൈ.